കബനി, നിന്നെ അവരെന്തെങ്കിലും ചെയ്തോടി? ഇല്ല, കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ മറുപടിയും പറഞ്ഞു, അത്ര തന്നെ. സംഭവിച്ച എന്താന്ന് നിനക്ക് മര്യാദയ്ക്ക് പറയാറുന്നില്ലേ? ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ സഹിക്കുന്നത്? രാത്രി ഞങ്ങള് ഋഷി സാറിനെ ഒന്ന് വിളിച്ചപ്പോ സാറിന് മമ്മി പറഞ്ഞ എന്താന്നറിയോ? എല്ലാം കൂടി വിളിച്ച് പറഞ്ഞില്ലെന്ന് ഞാൻ കരുതിയതാ. വേണ്ട നിത്യ, പാവോ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും സാരമില്ല. അവൾ ഈ പാർട്ടിക്ക് വന്നത് തന്നെ നമ്മൾ അവിടെ ഉണ്ടാവുന്ന വിശ്വാസം കൊണ്ടാ. അപ്പൊ പിന്നെ മോളെ, കബനി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഋഷി സാർ ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾക്ക് നമുക്ക് ഈ ജന്മം നന്ദി പറഞ്ഞാൽ തീരില്ല. വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് ഏത് വേദനയിലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യടി. ടി വിയിലാണെങ്കിൽ ന്യൂസ് വന്നു, കോളേജിൽ എല്ലാരും അറിഞ്ഞു. ഇനി എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സാരമില്ലടി, ഇനി കോളേജിലൊരു അന്വേഷണമുണ്ട്, നടപടിയുണ്ട്, എല്ലാം നടക്കട്ടെ, നമ്മളത് നേരിടും. ഈശ്വര, എന്നെങ്കിലും ഇരുട്ടില്ല രമ്പ എന്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ചു തരണേ. കൃത്യം 16-ാം ദിവസം അവൾക്ക് വേണ്ടി ഇഡലി വട ഞാൻ ഒരുക്കി വെക്കും. എടി, ഋഷി സാർ വരുന്നുണ്ടോ? പപ്പിനി, നിന്റെ നാവ് നിയന്ത്രിക്കണം, ഒന്നും പറഞ്ഞുകൊണ്ട. ഗണേശ, അപ്പോ ഇനി എന്താ ഗണേശ? ഒന്നുമില്ല സാറേ, ഇവരെ ഹോസ്റ്റലിൽ വിട്ടിട്ട് ഞാനങ്ങ് പോകും. സാറേ, പാർട്ടി നടന്ന ദിവസം ഇവർ രണ്ടാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവരാ പാർട്ടി നടത്തിയിട്ടില്ല എന്ന് സാറിനെങ്കിലും ഉറപ്പുണ്ടല്ലോ. അറിയാം, പക്ഷെ പാർട്ടി നടന്ന സ്ഥലത്ത് ചെന്ന് കയറാനുള്ള ആവേശം എന്തിനായിരുന്നു? കുറ്റപ്പെടുത്തുന്നവർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും മണ്ടത്തരമാണ്. നാളെ ഇനി എന്തിനൊക്കെ ആൻസർ ചെയ്യേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, ഞാനും. ക്ഷമിക്ക് സാറേ. പിന്നെ രാത്രി ഞങ്ങൾ സാറിനെ വിളിച്ചപ്പോൾ സാറിൻ്റെ അമ്മയാ ഫോൺ എടുത്തത്. അമ്മയ്ക്ക് അത്ര ഇഷ്ടമായില്ല അല്ലേ? ക്ഷമിക്കാൻ പറഞ്ഞ സാറേ. ശരി, എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. നിങ്ങളെവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്യണോ? ഇപ്പോൾ വേണ്ട സാറേ, എനിക്ക് ഈ മക്കളെയും കൂട്ടി ഒന്ന് നടക്കണം. തളർന്ന മനസ്സാ രണ്ടാളുടെ. അതങ്ങനെ ഇട്ടിട്ട് എനിക്ക് പോയിക്കൂടാ. സോറി സർ, ബുദ്ധിമുട്ടായിന്ന് എനിക്കറിയാം. എന്നാലും സർ വന്നല്ലോ, താങ്ക്സ്. എന്തായാലും ഇപ്പൊ കുറ്റം എന്റെ തലയിലല്ലേ ഉള്ളൂ. ഒരു കാര്യം, നിത്യ ആ പാർട്ടിയിലുണ്ടായിരുന്നുവെന്ന് ആരോടും പറയണ്ട. ശരി സർ. ഓക്കെ ഗണേശ, ഞാൻ പോട്ടെ. പാവം, സാറിന് എന്തറിയാം, അവരൊക്കെ നല്ലോണം ജീവിക്കട്ടെ മക്കളെ. ഗണേശേട്ടനും പോയിക്കോ, ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാ. വേണ്ട, കുറച്ച് കഴിയട്ടെ. ഞാൻ എന്തെങ്കിലും ചെയ്തു കളയുന്ന പേടിയുണ്ടോ? അതൊന്നും വേണ്ട. അമ്മ അവിടെ കാത്തിരിക്കുമ്പോ എനിക്കതൊന്നും പറ്റില്ല. കബനി, ഇപ്പോ സത്യത്തിൽ ഏട്ടന് പേടിയുണ്ടടി. നിങ്ങളുടെ ചിരിയും കളിയൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നു പോവോ, എല്ലാവരും കൂടി നിങ്ങളെ വരിഞ്ഞു മുറുക്കുവോ എന്നെനിക്ക് പേടിയുണ്ടടി. ഒരു കാര്യം, പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ വന്നാ പറയാൻ മടിക്കരുത് ഏട്ടനോട്. ഇവിടുന്ന് പോയേക്കണം. നമുക്ക് പഠിപ്പോ പത്രാസോ ഒക്കെ നഷ്ടപ്പെട്ടാലും നമുക്ക് നമ്മുടെ ആ നാടും വീടും ഒക്കെ ഉണ്ട് മക്കളെ. പിന്നെ ഏട്ടനും ഉണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വരൂ.
ഇരിക്കൂ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഒന്നും വേണ്ട. ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാ. അതുകൊണ്ടാ സാറിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നോ പ്രോബ്ലം. ആ, താമസമൊക്കെ സുഖമാണല്ലേ? അതെ, മോക്ക് എക്സാം നടക്കുക. നെക്സ്റ്റ് മന്ത് അവരും എത്തും. നന്നായി. സൗകര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ സാറ് പറഞ്ഞാൽ മതി. ശരി മാഡം. ഇപ്പം ഞാൻ വിളിപ്പിച്ചതിന്റെ കാര്യം അറിയാവല്ലോ. അറിയാം. അല്ലെങ്കിൽ ഞാനത് റിപ്പോർട്ട് ചെയ്യണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. സത്യത്തിൽ നടന്നത് എന്താണെന്ന് അന്വേഷിച്ചോ? പാർട്ടി നടന്നു എന്നുള്ളത് സത്യമാണ്. അതൊരു സാധാരണ പാർട്ടി ആയിരുന്നില്ല. മറ്റു കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. എങ്ങനെ? പോലീസിന്റെ നിലപാട് എന്തും ആകട്ടെ, കോളേജിന്റെ നടപടി എന്തായിരിക്കും? അത് നോർമലി ഇത്രയും വലിയൊരു പ്രശ്നത്തിൽപ്പെട്ട കുട്ടിയെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടത്. ബട്ട് മാഡത്തിന് ആ കുട്ടിയോടുള്ള അടുപ്പം പലരും പറഞ്ഞു. നോക്കൂ, ഇന്നലെ ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചില്ല. ആർക്കു വേണ്ടിയും സംസാരിച്ചിട്ടുമില്ല. അത് കുട്ടികളിൽ തെറ്റായ ഒരു സന്ദേശം ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെയാണെങ്കിൽ നടപടി എടുക്കാമല്ലേ? എടുക്കാം. പക്ഷേ ആ കുട്ടി തെറ്റുകാരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. എന്ന് പറഞ്ഞാൽ ശിക്ഷ തീരുമാനിക്കുന്നതിന് മുൻപ് കലർപ്പില്ലാതെ സത്യം എന്താണെന്ന് അറിയണം. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലൊരു തിരുത്തുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഓക്കെ മാഡം. അങ്ങനെയാണെങ്കിൽ കോളേജിലെ ഒരു ഇന്റേണൽ സമിതിയെ അന്വേഷണത്തിന് വയ്ക്കാൻ, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. മതി. ഇന്റേണൽ സമിതി സാറിന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കണം. പുറത്തു നിന്നുള്ള ഒരാളുടെയും തീരുമാനങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല. ഈ വീട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പോലും. മനസ്സിലായി മാഡം. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. സത്യത്തിൽ ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ ക്യാമ്പസിൽ ചലനം ഉണ്ടാക്കുന്നുണ്ടല്ലേ? യെസ്, ഞാനത് സമ്മതിക്കുന്നു. എന്ത് ചെയ്യാം? തൽക്കാലം സാറിനെ ഇക്കാര്യത്തിൽ ഞാൻ സ്വതന്ത്രനായി വിടുന്നു. ഓക്കെ. നാളെ ഇലക്ഷനാണ്. അതിന്റെ കാര്യം അതൊന്നും മാറ്റണ്ട. തീരുമാനിച്ചതുപോലെ തന്നെ നടക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ മാഡം. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങാം. പറ്റുമെങ്കിൽ ഇലക്ഷൻ റിസൾട്ടിനൊപ്പം തന്നെ ഇന്റേണൽ സമിതിയുടെ അന്വേഷണ തീരുമാനവും വരുമെന്ന് പ്രതീക്ഷിക്കാം. ശരി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഈ കുടുംബത്തിലെ അവകാശി കോളേജിലുണ്ട്, രംഭ. പക്ഷെ മാഡത്തിന്റെ നിലപാട് പലപ്പോഴും കബനിക്ക് അനുകൂലമാണ്. അതെന്താ? അത് ജന്മമല്ലല്ലോ, കർമ്മമല്ലേ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു കർമ്മബന്ധമെന്ന് കൂട്ടിക്കോളൂ. ഏതായാലും അത് അന്വേഷണത്തെയും തീരുമാനത്തെയും ഒന്നും ബാധിക്കണ്ട. ഓക്കെ മാഡം. ഓക്കെ. കബനി, നീ എന്തിനാ കരയുന്നത്? എടി, നമ്മൾ കരഞ്ഞാലും ഇനി കാണാൻ ആരുമില്ല. നീ എപ്പോഴും പറയുന്ന കൊട്ടാരം മറ്റത് മുത്തശ്ശിയുണ്ടല്ലോ, പാർവതി അമ്മ. അവര് പോലും ഒന്ന് വിളിച്ചു തിരക്കിയോ? മുത്തശ്ശിയെ കുറ്റപ്പെടുത്തണ്ട. മിണ്ടാതിരുന്നു അവിടെ. ഈ അവസ്ഥയിലിരുന്ന് ഇനി ന്യായീകരിക്കണ്ട. അവറ്റകൾ ഒറ്റൊരെണ്ണം ശരിയല്ല. നീ ചെന്ന് നിത്യ രക്ഷിച്ചില്ലായിരുന്നെങ്കിലോ? ന്യൂസ് വരുന്നത് നിന്നെ കുറിച്ചായിരിക്കോ? ആ, ത്യാഗം ചെയ്യാൻ ഒരാളുള്ളപ്പോ ഒരാൾക്ക് ഒന്നും അറിയണ്ടല്ലോ. നടന്നത് എന്താണെന്ന് ഞാൻ ഇപ്പൊ തന്നെ ഋഷി സാറിനെ വിളിച്ച് പറയാൻ പോവാ. വേണ്ട വേണ്ട പത്മിനി. പിന്നെന്താ? മയക്കുമരുന്ന് പാർട്ടി നടത്തിയതിന് നിന്നെ ടി വിയിൽ കാണിച്ചപ്പോ ഞെളിഞ്ഞിരുന്ന് കണ്ടു കാണുമല്ലോ ഇന്ദ്രപുരിക്കാര്. അവരൊക്കെ നിന്നെ കുറിച്ച് ഇനി എന്താ പറയാ? എന്ത് പറഞ്ഞാലും നിത്യയ്ക്ക് സംഭവിച്ചത് ആരോടും പറയരുതെന്ന് നമ്മൾ തീരുമാനിച്ചതല്ലേ. അതങ്ങനെ തന്നെ മതി. എനിക്ക് നിന്റെ ത്യാഗം കാണുമ്പോഴേ നിന്നെ കൊല്ലാനാ തോന്നുന്നേ. പത്മിനി, ടിവിയിൽ കാണിച്ചത് നമ്മുടെ നാട്ടിലേക്ക് കാണുമോ?
ഇല്ലെന്നാ പറഞ്ഞത്. ഇവിടത്തെ ഏതൊക്കെയോ ലോക്കൽ ചാനൽസാ കാണിച്ചത്. ഒന്നും അവിടെ എത്താതിരുന്നാ മതി. എല്ലാവരെയും വെല്ലുവിളിച്ചിട്ടാണെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാന്ന് കരുതിയിട്ട് ഇപ്പോ കരയണ്ട. എനിക്ക് ചാവാനാ തോന്നുന്നത്. കബനി, ഒറ്റ രാത്രി കൊണ്ട് നമ്മുടെ അഡ്രസ് തന്നെ മാറിപ്പോയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ചാകുന്നതിനെ കുറിച്ച് ഇനി ഒരു വാക്ക് നീ പറഞ്ഞ നിന്നെക്കാളും മുമ്പേ ഞാനത് ചെയ്യും, ഉറപ്പാ. കബനി, ഇനി ഒരു കാര്യം തീരുമാനിക്കണം നമുക്ക്. നമ്മൾ വന്നത് പഠിക്കാനാ. നമുക്കിനി ആരുടെയും കൂട്ടൊന്നും വേണ്ട, നിത്യയുടെ പോലും. ഒരാളുടെ കാര്യത്തിലും നമ്മൾ ഇനി ഇടപെടില്ല. സ്വാതിയെ സഹായിച്ചു, അതിനുള്ള കൂലി കള്ളനോട്ടടിക്കാരി എന്ന പേരിൽ. നിത്യ രക്ഷിച്ചതിന് മയക്കുമരുന്ന് വിൽപ്പനക്കാരി എന്ന വിലാസവും. മടുത്തടി. ഇതിനൊക്കെ കാരണം അവളാ, രംഭ. എല്ലാം ചെയ്തു വച്ചിട്ട് അതൊക്കെ നിന്റെ തലയിൽ വെച്ച് കെട്ടി. നീ നോക്കിക്കോ കബനി, കോളേജില് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി നമുക്കിവിടുന്ന് പോവേണ്ടി വന്ന ഞാൻ എൻ്റെ ഏട്ടനോട് പറയും. അവളോട് ചോദിക്കാനല്ല, അവളെ കൊല്ലാൻ. വേണ്ട. പിന്നെ അരുതാത്തതൊന്നും ചിന്തിക്കണ്ട, അത്രേ ഉള്ളൂ. ഇലക്ഷൻ അത് വേറൊരു വിഡിത്തം. മണികണ്ഠന്റെ അനുഭവം കണ്ടിട്ടും നമ്മൾ പഠിക്കാതിരുന്നതിന്റെ കൂലിയാ ഇതൊക്കെ. ഇനി എന്തായാലും നമ്മൾ ആ വഴിക്ക് ചെല്ലണ്ടല്ലോ. ഏറ്റവും അവസാനം കിട്ടിയ അവസരം രംഭ നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു. പണം തന്നെ ജയിക്കൂ അവസാനം. കബനി, ഞാനൊരു തീരുമാനം പറഞ്ഞ നീ അനുസരിക്കോ? എന്താ? അനുസരിക്കോ ഇല്ലയോ? നീ പറഞ്ഞ എന്താ ഞാൻ അനുസരിക്കാത്തത്? ശരി, എന്നാ നാളെ നമ്മള് കോളേജിൽ പോകും. എന്തിന്? വേണ്ട. ഒന്നുകിൽ നമ്മളിനി സ്ഥിരമായിട്ട് പോകുന്നില്ല, അതല്ല പോകാനാണ് തീരുമാനമെങ്കിൽ നാളെ നമ്മള് അവിടെ ഉണ്ടാവണം. എടീ, നമ്മളില്ലാത്തൊരു ദിവസം അവർക്ക് കിട്ടിയ അവർ കഥ ഇരട്ടിപ്പിക്കും. കോളേജിലേക്കെന്നല്ല, പെരുവഴിയിൽ പോലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും. നമ്മളെ വിശ്വസിക്കുന്നവരോടൊക്കെ നമുക്ക് സത്യം പറയണം. ശ്രേയൻ സംസാരിക്കും. അതുകൊണ്ട് നമ്മൾ പോയേ പറ്റൂ. ഇലക്ഷൻ കഴിയാനിരിക്കായിരിക്കും പ്രിൻസിപ്പൽ. സസ്പെൻഷനാണോ ഡിസ്മിസലാണോ വേണ്ടതെന്നറിയാൻ. അത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോഴല്ലേ. എന്നാലും നാളെ പോണോടെ? വേണം, പോയേ പറ്റൂ. ഇലക്ഷന് അവള് ജയിച്ചോട്ടെ. ചെയർമാൻ പദവിയൊന്നും നീ സ്വപ്നം കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാരും സത്യം മനസ്സിലാക്കി നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. ചിലപ്പോ ചിലരൊക്കെ കണ്ണടച്ചാലും ദൈവങ്ങൾ കണ്ണു തുറക്കും.
ഗണേശ, തന്റെ ബസ്സിന് സമയമായി, പോണ്ടേ? പോകാൻ തോന്നുന്നില്ല സാറേ. ശരീരം ആകെ ഒരു വിറയല. അവരെ രണ്ടാളെയും കുറിച്ച് എനിക്ക് നല്ല ധൈര്യമായിരുന്നു. ഏത് സാഹചര്യം നേരിടും, എവിടെയും തനിച്ചു വിടാന്നൊക്കെ. ഇപ്പോ എന്താ സാറേ എല്ലാവർക്കും അവരോട് ഇത്ര വിരോധം? പാവപ്പെട്ടവരാവുന്നത് ഇത്ര വലിയ തെറ്റാണോ? എനിക്കറിഞ്ഞൂടാ. ഗണേശ, ഒരു വിഷമം വരുമ്പോ നമ്മള് സ്വയം കുറ്റപ്പെടുത്തിട്ട് എന്താ കാര്യം? ഏയ് ഇല്ല സാറേ, കുറെ കാലമായി ഇപ്പൊ എന്റെ ശീലം അതാണല്ലോ. എന്തുണ്ടായാലും സാറിനോട് അത് തുറന്നു പറയാ. സാറാരാ, ഞാനാരാ? എന്നിട്ടും ഞാൻ പറയുന്നത് സാറ് കേൾക്കും. അത് സാറിന്റെ വലിയ മനസ്സ്. ഇപ്പൊ ഗണേശൻ സംസാരിക്കുന്നത് എന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാ. എന്താണെന്ന് വെച്ച് തുറന്നു പറ. സാറിനറിയാം, ഞാൻ അന്നവർക്ക് കാശ് കൊടുക്കാൻ വേണ്ടി വന്നപ്പോ സാറിനെ കണ്ടില്ലേ? ഒരു വ്യത്യാസം എനിക്ക് അന്നേ മണത്തതാ. പപ്പിനിയുടെ പിറന്നാളെന്ന് പറഞ്ഞ് നമ്മൾ തമ്മിൽ പിന്നെ കണ്ടപ്പോ ആ സംശയം ഇരട്ടിച്ചു. കബനിയും പപ്പിനെയും ഒന്നുമില്ലാന്ന് എൻ്റെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ട്. എന്നെ വിശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ എനിക്കറിയാം സാറേ, എന്തു പറ്റി സാറേ? എന്താ അവർ ചെയ്ത തെറ്റ്? ഗണേശ പ്ലീസ്, അതൊന്നുകിൽ എൻ്റെ ഈഗോയാണ്, അല്ലെങ്കിൽ കമ്പനിയുടേതാണ്. ഇതിലും കൂടി വിശദീകരണമൊന്നും തരാൻ എനിക്കാവില്ല. സാറേ, നല്ലത് നമുക്ക് ഈ കാര്യം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ശരി സാറേ, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, സാറിനെയും കുടുംബത്തിനെയും അവരൊരുപാട് സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതെന്തെങ്കിലും ഒരിക്കൽ സാറിന് ബോധ്യമാവും. അവർ ജീവൻ തന്നെ തരും സാറേ. അത് ഞങ്ങളുടെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത. ഗണേശ, ഞാൻ നിഷേധിക്കുന്നില്ല. ഒരു ചെറിയ അകലം ഞാൻ അവരോട് ഇട്ടിട്ടുണ്ട്. അത് എൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താനോ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ കൂടെ നിൽക്കാനോ ഞാനുണ്ടാവില്ല. കബനിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വരുമ്പോൾ എന്താ സംഭവിച്ചെന്ന് എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ കബനി തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് അയാളുടെ ക്യാരക്ടറിന് ഞാൻ കൊടുക്കുന്ന ബഹുമാനം. അത് എന്നെങ്കിലും അയാൾക്കും മനസ്സിലാവും. ഗണേശൻ പേടിക്കണ്ട. മുമ്പ് താൻ എന്നോട് ആവശ്യപ്പെട്ടില്ലേ അവർക്കൊരു കാവലായി ഉണ്ടാകണമെന്ന്? എന്നും അതെൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. സാറേ, അച്ഛനില്ല രണ്ടാൾക്കും. ഏട്ടൻ മാത്രമല്ല ഞാൻ. ഇവിടെ നിന്നൊരു പിടിച്ചുവലിയ അവരുടെ കാര്യത്തിൽ. അതുകൊണ്ടാ ഗണേശ, മറ്റു കുട്ടികളെ പോലെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറയാത്ത കുട്ടികളാ. ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. പരിമിതികൾ സ്വയം മനസ്സിലാക്കി എല്ലാം വേണ്ടെന്ന് വെക്കുന്നതാ. ആ കുട്ടികൾക്ക് ഒരിത്തിരി മനസ്സമാധാനം, സന്തോഷം അത്രയ്ക്കെങ്കിലും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റാതെ വരാൻ പാടുണ്ടോ സാറേ? അതുകൊണ്ടാ സാറിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഗണേശ, പോ. എന്താ മമ്മി,
ഞാൻ ഡാഡിയോട് ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ശേഖർ, പറ. എന്നും എപ്പോഴും കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ മാത്രമാണെന്ന് ആർക്കും തോന്നണ്ട. എന്താ ഡാഡി? അത് നീ ഇനി ആ കോളേജിൽ പോകണ്ടെന്നാ മമ്മി പറയുന്നു. എന്തിനാ പോകുന്നത്? അറിഞ്ഞല്ലേ വിശേഷങ്ങൾ. പാർവതിയമ്മ ഒന്ന് വിളിക്കണം. ഇത്തരം കാര്യങ്ങൾക്കാണോ കോളേജ് നടത്തുന്നതെന്ന് ഒന്ന് ചോദിക്കണം. മമ്മി കരുതുന്ന പോലെയൊന്നും അല്ല അവിടെ സംഭവിച്ചത്. അതെ മമ്മി, സത്യത്തിൽ കബനി മതി. പാർട്ടി അവള് നടത്തുന്നതാണെന്ന് നിങ്ങൾ പറഞ്ഞോ? ഇല്ലല്ലോ. മമ്മി, കബനി അല്ല പാർട്ടി നടത്തിയത്. പിന്നെ അവളെ തിരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തത് എങ്ങനെ? പോലീസുകാർക്ക് ഭ്രാന്താണോ? സത്യത്തില് അവൾക്കെന്താ നഷ്ടം? വെറും കൈയും വീശി ഇങ്ങോട്ട് വന്നു. കൊട്ടി ആഘോഷിച്ച് എഴുന്നള്ളിക്കാൻ കുറെ പേരും. പിന്നെ അഹങ്കരിക്കുന്നതുകൊണ്ട് എന്താ? മമ്മി, ഒന്ന് പറയുന്ന കേക്ക്. സത്യത്തില് കബനി ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. പാർട്ടി പാതിരാത്രി വരുന്നുണ്ടല്ലോ. നീ നേരത്തെ പോരുകയും ചെയ്തു. പിന്നെന്താ നടന്നതെന്ന് നിനക്കെങ്ങനെ അറിയാം?